ഹലോ ഗൈസ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, രാവിലെ നമ്മൾക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. സോ നമ്മൾ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. സോ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. സോ ഗൈസ്, അഭിനവ് നമുക്ക് ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ്, കട്ടൻ ചായ. സോ ഗൈസ്, നമ്മൾ ഗോതമ്പ് ദോശയ്ക്ക് മാവ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചായ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചായ മാസ്റ്റർ അഭിനവ്. കഴിച്ചിട്ട് ചായ റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും കുടിക്കാം. നല്ല ചൂടാ കഴിച്ച് കുടിക്കാമെന്നുള്ള. കുഴപ്പമില്ല കഴിച്ച്. പിന്നെ അതേ ചൂടാനായിട്ട് ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സോ എന്തായാലും ദോശ ചൂടട്ടെ. കഴിച്ചപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഗോതമ്പ് ദോശ. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇനി മൂടി വയ്ക്കട്ടെ കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ ദോശ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു. ദോശ ഉണ്ടാക്കിയിട്ട് ദോശയും പഞ്ചസാരയും കൂടി കഴിക്കുകയാണ്. എങ്ങനെയുണ്ടാ കഴിച്ചിട്ട്? കൊള്ളാം അല്ലേ? ആ, സംഭവം കൊള്ളാം, സെറ്റായിട്ടുണ്ട്. സോ വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല, പഞ്ചസാരയാണ് വെച്ച് കഴിക്കണം. കറി ഉണ്ടാക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. മുട്ട ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു, പക്ഷെ മുട്ട ബാക്കിയുള്ളവന്മാർ ഇന്നലെ രാത്രി ഉണ്ടാക്കി കഴിച്ച്. സോ പഞ്ചസാര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിച്ചു. കഴിച്ചിട്ട് ഇത് മമ്മി വീട്ടിൽ നിന്ന് അയച്ചെന്നാണ്. സോ നാട്ടിൽ ഫുള്ള് ഡേ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. കഴിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡി ചെയ്ത് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. സോ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് വേണം ഏത് ബസ് കയറി പോകണം എന്ന് നോക്കാൻ. നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി ഏതാ ബസ് കയറണേന്ന് നോക്കണം. സോ അവന്മാർ രണ്ടുപേരും തമിഴന്മാർ, അതുകൊണ്ട് പിന്നെ അവന്മാർ വായിച്ച് പറയും, അതാണ് വലിയ സീനില്ല. ഗൈസ്, അപ്പോഴത്തേക്ക് നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. സോ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത്. സൈഡിൽ പാടും കാര്യങ്ങളൊക്കെയാണ്, ഫുൾ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗ് ആണ് ഇന്ന്. സോ അവിടേക്ക് വരാനാണ് പറഞ്ഞത്. സോ എന്തായാലും പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കട്ടെ. സോ ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട്. സോ മക്കളോട് മുതൻവർ എന്ന് പറഞ്ഞ പരിപാടിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ നമ്മുടെ ഒരു AAO അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഓഫീസർ നമുക്കറിയാവുന്ന ഒരു പുള്ളിയുണ്ട്. സോ പുള്ളി നമ്മളത് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. സോ ഈ SK മഹൽ എന്ന് പറഞ്ഞൊരു സംഭവത്തിലാണ് നമ്മുടെ ഇതുള്ളത്. സോ അതേ മുകളിലത്തെ ഫ്ലോറിലാന്ന് പറഞ്ഞു. സോ അത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ മെയിൻ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു 4-5 പഞ്ചായത്തിലുള്ള ആൾക്കാർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ള. സോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനനുസരിച്ച് അവർക്ക് പെറ്റീഷൻസൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് മെയിൻ സ്കീം. സോ ഇപ്പോൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. സോ മോട്ടർ മേടിക്കണം. സോ അതിന് സബ്സിഡിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ അതിന് വേണ്ടി കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അവിടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. സോ അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കാര്യങ്ങളൊക്കെ അറിയുകയും ആക്കുകയൊക്കെ ചെയ്തു. സോ അതിന് ശേഷം നമ്മൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. നമ്മളവിടെ ഇരുന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് അവർ പറയണം. കാരണം അവിടെ ഈ പെറ്റീഷൻ കൊണ്ടൊന്നും കൊടുക്കലും പരിപാടിയൊക്കെയാണ്. സോ അവർ കുറച്ചായിരുന്നു സംസാരിച്ച് അവിടെ ആൾക്കാർ വേണ്ട എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നമ്മളിറങ്ങി. സോ നമ്മുടെ 3 മച്ചാന്മാർ കുടം പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സോ നല്ല അടിപൊളി സ്കൈ ആണ് കേട്ടോ. ഇന്ന് നല്ല വെയിലുണ്ട്. സ്കൈ ആണ് നല്ല അടിപൊളിയായിട്ടുണ്ട്, പക്ഷെ നല്ല വെയിലാണ് കേട്ടോ, നല്ല ചൂടുമുണ്ട്. സോ എന്തായാലും ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നും നല്ല വീഡിയോ പോട്ടെ. ഓക്കെ, അപ്പോൾ കോടൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചോദ്യത്തോല പറയണം, അപ്പോൾ അത് പറയാൻ വേണ്ടി പോട്ടെ. എന്നിട്ട് മൂഞ്ചി കേസ് അവിടെ സ്ട്രൈക്കാണ്, കടകൾക്കൊക്കെ സ്ട്രൈക്ക്, അതാണ് ഒന്നും തുറന്നിട്ടില്ല എന്ന് പറഞ്ഞു. സോ വൈകിട്ടൊന്ന് നോക്കാൻ പറഞ്ഞു. ആ കട മാത്രം എന്നല്ല, അപ്പുറത്തുള്ള സൂപ്പർ മാർക്കറ്റും തുറന്നിട്ടില്ല. പക്ഷേ ഈ വഴിയിലുള്ള 2 കടകൾക്ക് മാത്രം സ്ട്രൈക്ക്. അപ്പോഴൊക്കെ ആ കടകളൊക്കെ തുറന്നിട്ടുണ്ട്, ഇവിടെ റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ട്. സ്ട്രൈക്ക് എന്നുള്ളത് മനസ്സിലായില്ല. എന്തുകൊണ്ടാ സ്ട്രൈക്കുന്നു? ഇടപെട്ടാലോ എന്ന്. ആ എടാ, അതിൻ്റെ അരികൂടെ ആക്സിഡന്റ് കേസിൻ്റെ ആണോ? അതിനെന്താണ് ഇവർ കട പൂട്ടിയിരിക്കണേ? എന്തായാലും നോക്കട്ടെ. അപ്പം ഇനി കൈസ് അങ്ങനെ വളരെയധികം ദാഹിച്ചപ്പോൾ നമ്മളത്
ഫ്രൂട്ടി മേടിക്കാൻ വേണ്ടി ഒരു ബേക്കറി കയറിയിരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് നമുക്ക് കൊതുകുവല കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ബെഡിൻ്റെ മുകളിലൊക്കെ തൂക്കിയിടുന്ന പോലത്തെ സാധനം. സോ ഹാർഡ്വെയർ ഷോപ്പിൽ വയ്ക്കാൻ പറഞ്ഞു, അവിടെ കിട്ടിയില്ല. അത് ഒരു തുണിക്കടയിൽ നിന്ന് നമുക്കത് സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബെഡിൻ്റെ മുകളിലേക്ക് ഇടുന്ന ടൈപ്പ് സാധനമാണ്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, കൊണ്ടുപോയി കെട്ടിയിട്ട്. ഒരു തിയേറ്റർ ഉണ്ട്, ഇങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഒന്നാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ തിയേറ്റർ. ചെയറിലൊക്കെ ഇരുന്നിട്ടുള്ള സെറ്റപ്പാന്ന് പറഞ്ഞത്. റായൻ ഓടുന്നു പറഞ്ഞു, പക്ഷേ ഇത് റായൻ്റെ പോസ്റ്ററൊന്നും ഇവിടെ കാണാനായിരുന്നു. നോക്കട്ടെ ഗൈസ്, നമ്മൾ കൊതുകുവല ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് അടിപൊളിയാക്കിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ കൊതുകൊന്നും കുത്താണ്ട് കിടന്നുറങ്ങാം എന്ന് വിചാരിക്കുന്നു. ചൂടിന് ഒരു കുറവുണ്ടാവും, കാരണം നല്ല തണുത്ത കാറ്റൊക്കെ കയറി വരും. അപ്പോൾ നമ്മൾ ജനലൊന്നും തുറക്കാറുണ്ടായില്ല. കൊതുക് ഇനിയിപ്പോൾ കൊതുക് കുറയും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കൊതുകുവല ഇട്ടിട്ട് തണുപ്പ് കയറും, നമ്മുടെ ചൂട് കുറയുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും വിചാരിക്കുന്നു, അവൻ ഞാനും പറഞ്ഞു വിചാരിക്കുന്നു. എന്തായാലും നോക്കട്ടെ ഗൈസ് എന്താവുന്നുള്ളത്. സോ ഗൈസ്, നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കി പോവുകയാണ്. സോറി, നമ്മൾ മാഗിയാണ് കേട്ടോ ഉണ്ടാക്കണേ. ഷെഫ് അഭിനവാണ് നമ്മുടെ സോറി ഗൈസ്, സോറി നമ്മുടെ നൂഡിൽസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ കുക്കിംഗ് ഫുള്ള് ഷെഫ് അഭിനവാണ്. പിന്നെ നമുക്കിവിടെ ഫുഡ് ഉണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല. പുളിയോദരം പോലെ ഉണ്ട് കഴിച്ചു നോക്കിയിട്ട്, എന്നാൽ ലെമൺ റൈസ് പോലെയുണ്ട്. എനിക്കിഷ്ടപ്പെട്ടില്ല, അവനും ഇഷ്ടപ്പെട്ടില്ല. സോ നമ്മൾ ഉണ്ടാക്കുന്നു നൂഡിൽസ്. നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ലഞ്ച് കഴിക്കട്ടെ. അഭിനവ് നമ്മളിവിടെ സെറ്റായിരിക്കുന്നുണ്ട്. സോ നമ്മളൊരു മാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതും കൂട്ടിയിട്ട് നമുക്കൊന്ന് കഴിച്ചിട്ട് വരാം. സോ ഗൈസ്, നമ്മളെ നൂഡിൽസും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇന്ന് കുറച്ച് നേരം ഗൈസ് അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. സോ ഉറങ്ങി എഴുന്നേറ്റൊന്ന് മുഖം കഴുകി ഫ്രഷ് ആയിട്ടുണ്ട്. സോ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തുണികൾ കഴുകാണ്ട് 2 ദിവസം നമ്മളിട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. സോ കഴുകി പിന്നെ ഇടാൻ നമുക്ക് പറ്റില്ലല്ലോ. സോ എന്തായാലും അത് കഴുകിയെടുക്കാൻ വേണ്ടി ഞാൻ കിടക്കും മുമ്പ് തന്നെ ബക്കറ്റിൽ നമ്മുടെ ലിക്വിഡും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ സെറ്റായി കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ഇതെടുത്ത് ഈ കല്ലിലിട്ട് ഒന്ന് വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കട്ടെ. സോ എന്തായാലും വാഷ് ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനവിന് ചായ കുടിക്കാൻ പോകണം എന്നാണ് പറഞ്ഞത്. സോ എന്തായാലും നമുക്ക് ചായ കുടിക്കാൻ പോകാം. അതിന് മുമ്പൊന്ന് കുളിച്ച് സെറ്റായിട്ട് വരാട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ കുളിച്ച് റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. സോ നമുക്കിനി ചായ കുടിക്കാൻ പോകാം. സോ അതേ അഭിനവ് സെറ്റായിട്ട് പോയി തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ചായ കുടിക്കാൻ പോകാം ഗൈസ്. അങ്ങനെ അതെ നമ്മൾ ചായക്കടയിൽ എത്തിയിട്ടുണ്ട്. സോ നമ്മുടെ ചായക്കടയിലെ ചേട്ടനോട് എൻ്റെ ചായ പറഞ്ഞിട്ട് ചേട്ടൻ്റെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ചായ ഇട്ടെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായ കുടിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് രാത്രി ഉണ്ടാക്കാനായിട്ടുള്ള ദോശമാവ് മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ദോശമാവ് മേടിക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ദോശമാവ് മേടിക്കുന്ന കടയിൽ എത്തിയിട്ടുണ്ട്. സോ ഇതൊരു പൊടിപ്പിക്കുന്ന പ്ലസ് ദോശമാവൊക്കെ ഉണ്ടാക്കുന്ന ഒരു കടയാണ് വീടിനോട് തൊട്ടുള്ളത്. സോ നമുക്ക് 2 പാക്കറ്റ് ദോശമാവ് പറഞ്ഞു പോയത് നമുക്ക് ദോശമാവ് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പാല് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അവന്മാർ വിളിച്ചിട്ട്. സോ നമ്മൾ പാല് മേടിക്കാൻ വന്നിരിക്കുകയാണ്. സോ പാല് മേടിക്കാൻ അവിടെ ചെറിയ ചെക്കനാണ് ഉണ്ടായിരുന്നത്. സോ അവനെടുത്ത് പാല് എടുത്തരാൻ പറഞ്ഞപ്പോൾ അവൻ കവറിൽ കെട്ടി തരാമെന്ന് പറഞ്ഞു. സോ 1 ലിറ്റർ പാൽ തരുമോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് കെട്ടി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം നമ്മളങ്ങനെ ചായ കുടിച്ച് വന്നിട്ട് ഇവിടെ ടെറസിൻ്റെ മുകളിൽ കുറച്ചൊന്ന് കാറ്റുകൊണ്ടിരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ. സോ ഗൈസ്, എല്ലാവരും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടിരിക്കുക. മഴയാണ്. സോ പുറത്തേക്ക് ഇറങ്ങി എടുക്കുകയൊന്നും ചെയ്യേണ്ട. പിന്നെ മറ്റേ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്തേക്ക് പോവുകയോ എടുക്കുകയോ ഒന്നും ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അതിന് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവരൊക്കെ കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സഹായിക്കാവുന്നതാണ്. അവിടെ മറ്റേ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ മെഡിസിൻ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോ അവർക്ക് എങ്ങനെയാണ് എത്തിച്ചു കൊടുക്കേണ്ടത് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ ആയിട്ട് കൊടുത്തേക്കാം നമ്പറും കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. സോ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. സോ നാളെ ഒരു അടിപൊളി വ്ളോഗായി വരുന്നത് എല്ലാവർക്കും